തിരുവനന്തപുരം മണക്കാട് സ്വർണ്ണ കവർച്ച കേസിൽ പ്രതികൾ പിടിയിലായി. 2 സ്ത്രീകളടക്കം 4 പേരാണ് പിടിയിലായത്. ഇന്ന് രാവിലെയാണ് വയോധികയെ ആക്രമിച്ച് 10 ലക്ഷം രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ കവർന്നത്. കോർപ്പറേഷൻ ജീവനക്കാരെന്ന് തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു കവർച്ച. മണക്കാട് സ്വർണ്ണ കവർച്ച കേസിലെ പ്രതികളെ പോലീസ് പിടികൂടിയിരിക്കുന്നു. 2 സ്ത്രീകളടക്കം 4 പേരാണ് സംഘത്തിൽ ഉള്ളത്. കോർപ്പറേഷൻ ജീവനക്കാരെന്ന് തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു കവർച്ച നടത്തിയത്. എന്തായാലും പ്രതികൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നു എന്നതാണ് ആ വാർത്തയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ അപ്ഡേറ്റ്. സുനിൽ ഐസക് വിശദാംശങ്ങൾ നൽകും. സുനിൽ, ഈ മണക്കാട് സ്വർണ്ണ കവർച്ച കേസിലെ മുഴുവൻ പ്രതികളെയും വലയിലാക്കാൻ പോലീസിന് കഴിഞ്ഞത് എങ്ങനെയാണ്? മോഷണം നടന്ന മണിക്കൂറുകൾക്കകമാണ് ഇപ്പോൾ ഫോർട്ട് പോലീസ് കേസിലെ 4 പ്രതികളെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. വെമ്പായം സ്വദേശി ശരത്ത്, നെട്ടയം സ്വദേശിയായ രാജൻ, ചുള്ളിമാനൂർ സ്വദേശിയായ ഷീബ, മുക്കാലക്കൽ സ്വദേശിയായ റീന എന്നിവരെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇതിൽ ശരത്ത് വെൺപാലത്തുള്ള ഒരു ഹോട്ടലിലാണ് ജോലി നോക്കി വന്നിരുന്നത്. ഹോട്ടലിൽ സ്ഥിരം ഭക്ഷണം കഴിക്കാൻ വരുന്ന ഷീബയുമായി ശരത്തിന് പരിചയമുണ്ടായിരുന്നു. ഷീബയുടെ ബന്ധുവായ റീന താമസിച്ചിരുന്നത് ഈ അക്രമത്തിനിരയായ അല്ലെങ്കിൽ മോഷണം നടന്ന ചന്ദ്രയുടെ ഫ്ളാറ്റിന്റെ താഴത്തെ നിലയിലായിരുന്നു. ഈ ചന്ദ്ര വീട്ടിൽ നിൽക്കുമ്പോഴും ഫ്ളാറ്റിൽ പോകുമ്പോഴൊക്കെ ഏതാണ്ട് 10 പവനോളം വരുന്ന മാലയും വളകളും ഒക്കെ ധരിക്കാറുണ്ടായിരുന്നു. അത് മാത്രമല്ല ഷീബ റീനയെ വിളിച്ച് സംസാരിക്കുമ്പോൾ ചന്ദ്രയുടെ ഈ സ്ത്രീയുടെ ശരീരത്തിലെ ആഭരണങ്ങളെ കുറിച്ച് സ്ഥിരമായി ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് ലൗഡ് സ്പീക്കറിലിട്ടാണ് സാധാരണഗതിയിൽ ഷീബ ഇക്കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇത് ഈ ഹോട്ടലിൽ വന്നിരുന്ന ശരത്ത് കേൾക്കുകയും ചെയ്തിരുന്നു. ഈ ഷീബ ശരത്തിന്റെ കയ്യിൽ നിന്ന് 30,000 രൂപയും റീനയുടെ കയ്യിൽ നിന്ന് 1 ലക്ഷം രൂപയും കടം വാങ്ങിയിരുന്നു. ഇവരുടെ 3 പേരുടെയും സംസ്ഥാനത്തിനിടയിൽ ഈ ചന്ദ്രയുടെ കൈവശമുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങൾ തട്ടിയെടുത്താൽ ഷീബയുടെ കടങ്ങൾ വീട്ടാമെന്നും സാമ്പത്തികമായി നേട്ടമുണ്ടാക്കാമെന്നും ഇവർ തമ്മിൽ പരസ്പരം സംസാരിക്കുകയും ഒരു ധാരണയിലെത്തുകയും ചെയ്തു. അങ്ങനെയാണ് ഇവർ 3 പേരും ചേർന്ന് ചന്ദ്രയുടെ സ്വർണ്ണാഭരണങ്ങൾ തട്ടിയെടുക്കാനുള്ള ഒരു പദ്ധതി ആസൂത്രണം ചെയ്തത്. തുടർന്ന് ശരത്ത് മുമ്പ് കേസിൽ ജയിലിൽ കിടക്കുന്ന സമയത്ത് ജയിലിൽ വെച്ച് പരിചയപ്പെട്ട രാജൻ എന്ന് പറയുന്ന ഒരാളെയും ബാബു എന്ന് പറയുന്ന വേറൊരാളെയും ബന്ധപ്പെടുകയും അവരെ ഈ മോഷണത്തിലേക്ക് അവരെ കൂടി ഒപ്പം കൂട്ടാൻ ശ്രമം നടത്തുകയും ചെയ്തു. പിന്നീടാണ് ഈ മോഷണത്തിനുള്ള പദ്ധതി ഇവർ തയ്യാറാക്കുന്നത്. അതിനുശേഷമാണ് ഇവരുടെ ഒരു കോർപ്പറേഷനിൽ പ്ലാസ്റ്റിക് വേസ്റ്റ് എടുക്കുന്ന ജീവനക്കാരാണെന്ന ധാരണയിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിൽ ഇവർ 4 പേരും കൂടി ഇവരുടെ ചന്ദ്രയുടെ വീട്ടിലെത്തുന്നത്. ചന്ദ്രയുടെ വീട്ടിലെത്തി പ്ലാസ്റ്റിക് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ഇവിടെ പ്ലാസ്റ്റിക് ഇല്ലെന്ന് പറഞ്ഞ് അകത്തേക്ക് കയറിയ ചന്ദ്ര ഫോൺ എടുത്ത് തന്റെ ഈ ഫ്ളാറ്റിന്റെ ഓണറെ വിളിക്കാൻ ശ്രമിച്ചു. അതിനിടയിലാണ് 4 പേരും കൂടി ഉള്ളിലേക്ക് കയറുകയും ചന്ദ്രയെ അടിച്ചു വീഴ്ത്തുകയും അവരുടെ കൈ 2 പിന്നിലേക്ക് പിടിച്ചു വെച്ച് കഴുത്തിൽ കിടന്ന സ്വർണ്ണമാല പൊട്ടിച്ചെടുക്കുകയും 2 കൈകളിൽ കിടന്ന 6.5 പവനോളം വരുന്ന വളകൾ ഊരിയെടുക്കുകയും അതിനുശേഷം ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തത്. ഇവർക്ക് കയറാനും ഇറങ്ങിപ്പോകാനും വേണ്ടുന്ന ഒത്താശകൾ ചെയ്തു കൊടുത്തത് താഴത്തെ നിലയിൽ ഉണ്ടായിരുന്ന റീനയാണ്. തുടർന്ന് പ്രതികൾ രക്ഷപ്പെടുകയും ഈ പരാതിക്കാരിയായിട്ടുള്ള ചന്ദ്ര അലറി വിളിക്കുന്നത് കേട്ട് നാട്ടുകാർ അവിടേക്ക് ഓടിയെത്തുകയും ചെയ്തു. അപ്പോ റീന നാട്ടുകാരോട് പറഞ്ഞത് ഇവർക്ക് ചില അസുഖങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ടാണ് അവരിങ്ങനെ കരയുന്നത്, അതുകൊണ്ട് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞ് ഫ്ളാറ്റിന്റെ താഴെ നിന്നിരുന്ന ആളുകളെയൊക്കെ അവിടുന്ന് പറഞ്ഞു വിടുകയുമാണ് ചെയ്തത്. എന്തായാലും ഈ 2 വളകളും എടുത്ത് റീന കിഴക്കേക്കോട്ടയിലുള്ള ജ്വല്ലറിയിൽ വിൽപ്പന നടത്തി. വിൽപ്പനയിൽ നിന്ന് കിട്ടിയ തുക റീനയും ഷീബയും ശരത്തും വീതം വെച്ചെടുക്കുകയും ചെയ്തു. എന്തായാലും ഈ വിവരം ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ അറിയുകയും SP-യുടെ നിർദ്ദേശപ്രകാരം ഫോർട്ട് SHOയുടെ നേതൃത്വത്തിലുള്ള ഡാൻസ് ആപ്പ് ടീമിനെ ഉൾപ്പെടുത്തിയ ഒരു അന്വേഷണ സംഘത്തെ രൂപീകരിക്കുകയും ചെയ്തു. ഇവർ നടത്തിയ അന്വേഷണത്തിലാണ് CCTV അടക്കമുള്ള ദൃശ്യങ്ങൾ പരിശോധിച്ച് ഈ പ്രതികളെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. എന്തായാലും വലിയ ആസൂത്രിതമായി നടത്തിയ ഒരു കവർച്ച കൂടിയാണ്. തൊട്ടു താഴെ താമസിച്ചിരുന്ന ആളുടെ സഹായത്തോടുകൂടി, റീനയുടെ സഹായത്തോടുകൂടി നടപ്പാക്കിയ ഒരു പദ്ധതി. പക്ഷേ സിറ്റി വിട്ടുപോകാൻ സമയം കൊടുക്കാതെ വളരെ വേഗത്തിൽ ആ പ്രതികളെ വലയിലാക്കാൻ പോലീസിന് കഴിഞ്ഞു എന്ന് തന്നെയാണ് ഇതിൽ നിർണായകമാകുന്നത്. സുനിൽ, ഈ സ്വർണം നഷ്ടപ്പെട്ട ഈ വയോധികയുടെ ആരോഗ്യാവസ്ഥ എങ്ങനെയാണ്? അവർക്ക് കാര്യമായി മർദ്ദനമേറ്റു എന്ന വിവരങ്ങൾ കൂടി ഉണ്ടായിരുന്നു. അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അവർക്ക് അത്ര സാരമായ പരിക്കല്ല എന്ന വിവരമാണ് ലഭിക്കുന്നത്. കാരണം പോലീസ് പലതവണ അവരുമായി സംസാരിക്കുകയും ചില CCTV ദൃശ്യങ്ങളും മറ്റുമൊക്കെ ഇവരെ കാണിക്കുകയും ചെയ്തിരുന്നു. ഇവരുടെ ഫ്ളാറ്റിന് താഴെ നിന്ന് പലയിടങ്ങളിലേക്ക്, പല വഴികളിലേക്ക് ആ സമയങ്ങളിൽ യാത്ര ചെയ്തിരുന്ന ആളുകളുടെ CCTV ദൃശ്യങ്ങൾ, വീഡിയോകളൊക്കെ പരാതിക്കാരിയെ കാണിച്ചിരുന്നു. അവര് ചില സംശയങ്ങൾ പറഞ്ഞിരുന്നു.
അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണം മുന്നോട്ട് പോകാൻ സാധിച്ചത്. എന്തായാലും അതിനിടയിലാണ് ഇപ്പോൾ ഈ ജ്വല്ലറിയിലെ സ്വർണ്ണ വിൽപ്പന നടന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പോലീസ് അറിയുന്നത്. പിന്നാലെ തന്നെ ഈ ജ്വല്ലറിയിലെത്തുകയും അവിടുത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയും ചെയ്തു. ആ CCTV ദൃശ്യങ്ങൾ എടുത്ത് ഇവർ ചന്ദ്രയുടെ ഈ അക്രമത്തിനിരയായ സ്ത്രീയുടെ കാണിക്കുകയും അവരാണ് ഈ അക്രമികളെ അല്ലെങ്കിൽ ഈ മോഷ്ടാക്കളെ തിരിച്ചറിയുകയും ചെയ്തത്. പിന്നാലെയാണ് പോലീസ് അറസ്റ്റിലേക്ക് നടന്നത്. എന്തായാലും കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരാണെന്ന വ്യാജേനയാണ് ഇവർ ഈ സ്വർണ്ണ കവർച്ചയ്ക്ക് വേണ്ടി അവിടെ എത്തുന്നത്. അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചാണ് അവിടെ ആ സ്ഥലത്തേക്ക് എത്തിയതും ഈ വയോധികയെ ആക്രമിച്ചുകൊണ്ട് അവരുടെ കൈകളിലും കാതിലും കിടന്നിരുന്ന ആഭരണങ്ങൾ കവരുകയും ചെയ്തത് എന്നാണ് മനസ്സിലാക്കുന്നത്. മൊത്തം 4 പേരുണ്ടായിരുന്നു. ഇതിലൊരാൾ ഈ വയോധികയുടെ താഴെ നിലയിൽ താമസിക്കുന്ന ആളാണ്. അവരാണ് ഇവർക്ക് ആവശ്യമായ വിവരങ്ങളൊക്കെ യഥാസമയം നൽകിക്കൊണ്ടിരുന്നത്. എന്തായാലും തിരുവനന്തപുരത്തെ ഞെട്ടിച്ചുകൊണ്ട് നടന്ന ഒരു സ്വർണ്ണ കവർച്ചയിൽ പങ്കെടുത്ത മുഴുവൻ പ്രതികളെയും വളരെ വേഗത്തിൽ തന്നെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞു എന്നത് ആശ്വാസകരമായ ഒന്നാണ്. അതിൻ്റെ വിശദാംശങ്ങൾ കൂടിയാണ് ഇപ്പോൾ സുനിൽ ഐസക് നൽകിയത്.